ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് ലുലുവിൽ പോവുകയാണ്. ലുലുവിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെക്റ്റേഷൻസിലാണ് പോകുന്നത്. ലുലുവിൽ സീസൺ ആൻഡ് സെയിൽ നടക്കുന്നുണ്ടെന്ന് നമുക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നത്. ഇത് ഈ ഹാപ്പിനെസ് മെമ്പേഴ്സിന് ഏർലി ആക്സസ് ഉണ്ട്, 50% സെയിലിൻ്റെ ഏർലി ആക്സസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി പണിപാളി. ഫാഷൻ സ്റ്റോറിലും ലുലു കണക്റ്റിൽ മാത്രമേ ഏർലി ആക്സസ് ഉള്ളൂ. ഇത് ഞാൻ വീട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഷോ കാണിക്കുന്നതിന് കമ്മലുണ്ട് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് വിട്ടേക്ക്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇങ്ങനെ എസ്കലേറ്ററിൽ കയറി പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അവിടെ ചെന്നപ്പോൾ തിരക്ക് എൻ്റെ പൊന്നോ, നാളെ തൊട്ടാണ് സെയിൽ തുടങ്ങുന്നതെങ്കിൽ പോലും ഇന്നേ അവിടെ നല്ല തിരക്കാണ് കേസ്. കാരണം ഒരുപാട് പ്രോഡക്ട്സിന് ഇന്നേ അവർ ഓഫർ ഇട്ടിട്ടുണ്ട്. നാളത്തേക്കാണെങ്കിൽ ഇന്നേ തന്നെ അവർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിള്ളേർ അവിടെ ചെന്നാൽ അവരുടെ വൈബാണ് കേട്ടോ. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. യെസായ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അപ്പോൾ വേറെ എങ്ങോട്ടോ പോവുകയാണ്. അപ്പോൾ യെസമ്മൾ ഇരിക്കുന്നുണ്ടോ ഗൈസ്? എത്ര ക്യൂട്ടാണ് എൻ്റെ എസമ്മ. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണേ എൻ്റെ എസമ്മ ക്യൂട്ടാണോ അല്ലേന്ന്. ഓക്കെ, എസ് ഭയങ്കര ഇത് ഇമേജ് കോൺഷ്യസ് ആണ്, ക്യാമറയിൽ ഇങ്ങനെ നോക്കാറില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇത് ഞാൻ നിവിയയുടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ 489 ഓഫർ സെയിലെന്നാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ സ്മിട്ടൻ ആപ്പിൽ ഇത് വെറും 612 269 നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ 2 പ്രോഡക്ട്സ് ഞാൻ എൻ്റെ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അവിടെ കുറച്ച് ആവശ്യങ്ങൾ ഇതിനെ വെച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതാണ്. മറ്റത് കണ്ടെയ്നേഴ്സ്, ഫ്രിഡ്ജിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിലും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ 50% സെയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് പ്രോഡക്റ്റ്സ് ഒക്കെ മേടിച്ചു. അപ്പം എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. ഇത് 2 പേരുടെ എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചിട്ട് നല്ല അമളി പറ്റിയിരിക്കുന്ന സീനാണ്. അതാണ് ആ ഒരു ഇഞ്ചി കടിച്ച മുഖഭാവം. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരു 9 മണി കഴിഞ്ഞായിരുന്നേ. എസ്സായി തൂക്കിയിടുന്നുണ്ട്. മച്ച എനിക്ക് ബ്ലൂബെറി കാണിച്ചു തന്നിട്ട് പറയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനും മച്ചായിട്ട് ഡിസ്കസ് ചെയ്ത് ഈ ബ്ലൂബെറിയുടെ കാര്യം. ഓക്കെ, ഇവിടെ ഭയങ്കര ഹൈപ്പർ ആയിട്ട് കൊടുത്തിരിക്കുന്ന സാധനമാണ്. ഹൈപ്പർ മീൻസ് ഒരു നോർമൽ ഡിമാൻഡ് അല്ല ഇതിന്. ഓക്കെ, പിന്നെ നമ്മളൊരു പിസ്താച്ചോ വാൻചോ കേക്ക് അങ്ങനെ എന്തോ കാണല്ലേ പറയണം. ആ സാധനവും വാങ്ങിച്ച് കഴിച്ചായിരുന്നു. പിന്നെ പിള്ളേർക്ക് 3 പേർക്ക് ഞാൻ കപ്പ് കേക്ക് വാങ്ങിച്ച് കൊടുത്തായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവൾക്ക് മേടിച്ച് കൊടുക്കാത്തതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടിയിട്ട് അവൾ തന്നെ പർച്ചേസ് ചെയ്തൊരു ക്രീം പെന്നും കൊണ്ടുവന്ന് എൻ്റെ ബാസ്ക്കറ്റിൽ കൊണ്ടിട്ട് അതാണ് അവൾ കഴിക്കണം. അപ്പോൾ അവൾക്ക് എസ്കലേറ്റർ എന്ന് പറഞ്ഞാൽ അവൾക്കത് ജീവനാണ്. അതിൽ കയറിയാൽ പിന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്, ത്രില്ഡാണ്. ഓക്കെ, നമ്മൾ ഈ ഇറങ്ങുന്ന ടൈമെന്ന് പറഞ്ഞാൽ പക്ക 11 PM ആയിരുന്നു. ലുലുവിൽ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്ന ഷോപ്പുകളെല്ലാം ഇപ്പോൾ തന്നെ ക്ലോസ് ചെയ്യും, കസ്റ്റമേഴ്സിന് ശ്രദ്ധിക്കാമെന്ന്. നമ്മൾ ആ ടൈം നമ്മൾ പഞ്ചലായിരുന്നു കേസ്. 11 മണിയായപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ബ്രോക്കോസിലാണ് പോയത്. ബ്രോക്കോസിൽ പോയി ഞാനും ഇത്തായും തട്ടുദോശയും ചമ്മന്തിയും ഞാൻ എസായും ഉണ്ടായിരുന്നേ, ഓംലെറ്റും അടിപൊളി ടേസ്റ്റാണ് കേസ്. വായിൽ വെള്ളം ഓർന്നു. ഓക്കെ, ബാക്കിയുള്ളവരെല്ലാവരും ബിരിയാണി കഴിക്കാനെന്ന് പറഞ്ഞാൽ അകത്തോട്ട് പോയി. അതിനുശേഷം ഞാനും എസായും തമ്മിലുള്ള കുറച്ച് ഷോ ഓഫാണ്. അവളെ ചിരിക്കാൻ വന്നപ്പോൾ അവൾ ചിരിക്കാതെ ഞാൻ പറയില്ല, അവൾ കുറച്ച് ഇമേജ് കോൺഷ്യസ് ആണ്, ക്യാമറയ്ക്ക് ഫേസ് തരത്തില്ല. എൻ്റെ ദിലാവർ ഈ സമയത്ത് എപ്പോഴും ക്യാമറയിൽ ഫേസ് ചെയ്യുമായിരുന്നേ. അപ്പോൾ അത്രയുള്ളൂ ഗേസ്, ബൈ.